ആ മോളെ ആ വിളക്ക് കൊടുത്ത് സ്വീകരിച്ചാൽ ആ വളയുടെ ചടങ്ങ് കഴിഞ്ഞാലേ മോക്കം കൂടെ കയറാലോ അല്ലേ? തിരി ഇങ്ങോട്ട് സ്ലോ മോഷനില് പതുക്കെ പതുക്കെ കേറ്റിക്കോ. അങ്ങ് തള്ളി കയറ്റിയോട്. ആ തള്ളി കയറ്റിക്കോട്. പണി പാളി. വല്യച്ചി, ഇത് മനഃപൂർവ്വം ചെറുത് നോക്കി വാങ്ങിയതായിരിക്കും. സുപ്രധാന സ്വഭാവം കാണിക്കില്ലേ? അല്ലായിരിക്കും. കേറുന്നില്ലല്ലേ? ആ സോപ്പിട്ട് വായിപ്പിച്ചാൽ മതി, കയറിക്കോളും. ആ വറ സോപ്പ് നല്ലതാണ്, അതിട്ടാ പതയും. കുഴപ്പമില്ല മോളെ, സോപ്പിട്ട് പോയിപ്പിച്ചാൽ മതി, കേറും. കേറി വാ. ഞാനൊന്ന് പൊത്തിക്കോട്ടെ. എന്നാലും ആ വള കയറാത്തത് വലിയ കഷ്ടായിപ്പോയി. അമ്മ സ്വർണ്ണം എടുക്കാൻ വരാത്തോണ്ടല്ലേ അളവിന് മേടിക്കാൻ പറ്റാതിരുന്നത്. അല്ല, ഒരു വള കയറാത്താണോ ഇത്ര വലിയ പ്രശ്നം? അല്ല, നീ തന്നെ ഒരു വള മേടിച്ച് അമ്മയുടെ കയ്യിലിട്ട് കൊടുത്താൽ മതി, അമ്മയ്ക്ക് സന്തോഷാവും. പിന്നൊന്നുമില്ല. ഞാൻ ഒന്നും പറഞ്ഞു തരുന്നില്ല. മിണ്ടാതെ അവിടെ അടങ്ങിക്കിടന്നോ. മര്യാദയ്ക്കൊന്ന് ശ്വാസം വിട്ട് അപ്പുറത്ത് കേൾക്കും. മിണ്ടി പോരുത്. നിങ്ങളുടെ നാട് കൊള്ളാട്ടാ. പിന്നെ ചുമ്മാതാണോ? അതെ, എനിക്ക് പറ്റിയ സുന്ദരികളായ ക്രിസ്ത്യാനി പെൺകുട്ടികളെ കിട്ടുമോ? പോടാ പോടാ. അതെ, അവന്റെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്തേക്കുന്നു. എവിടെ? അവൻ ഈ ആദ്യരാത്രിയിലും ഫേസ്ബുക്കിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഫേസ്ബുക്കിൽ മാത്രമേ അപ്ഡേറ്റ് ആയി കാണത്തുള്ളൂ. എന്തുവാടും, തനിക്ക് LP സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചുള്ളല്ലേ, കുറച്ചുകൂടി ഡീസൻ്റ് ആയിക്കൂടെ? അങ്ങനെ ആവണേ. ആവല്ലേ ലേ. ചായ വേണമെങ്കിൽ ഞാനുണ്ടാക്കാട്ടോ അമ്മേ. ചായയൊക്കെ ഇട്ടു. ദേ ആ പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ചെടുത്ത് അരുണിനും കൂടെ കൊടുത്തേക്ക്. അതെ, നീ കുളിച്ചില്ലായിരുന്നോ? ഇല്ല. ആ മോളെ, ഞങ്ങൾ പഴയ തറവാട്ടുകാരാ. പഴയ ചിട്ടുകളൊക്കെയാ. രാവിലെ എല്ലാവരും കുളിച്ചിട്ടൊക്കെ അടുക്കളയിൽ കയറാറുള്ളൂ. ആ പുറത്തെ സിങ്കിലെ കുറച്ച് പാത്രങ്ങളൊക്കെ കിടപ്പുണ്ട്. മോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ മതി. മോർണിംഗ്. അതെ, ഇവിടെ അടുത്ത് വല്ല കുളം എന്തെങ്കിലും? ആ, ഞാൻ പോയി വിസ്തരിച്ച് കുളിച്ചിട്ട് വരാം. നിങ്ങളുടെ അമ്മയ്ക്ക് സന്തോഷായിക്കോട്ടെ. ഞങ്ങള് പറഞ്ഞ തടീനല്ലേ? അതെ, മോൾക്ക് കൊടുക്കാളാണ്. ഇന്നലെയാണ് കല്യാണം കഴിഞ്ഞത്. ഉടനെ അടുക്കള കാണാൻ പോണം. ഓരോരോ നാട്ടു നടപ്പല്ലേ, നമ്മളായിട്ട് തെറ്റിക്കണ്ടല്ലോ. നമുക്കൊട്ടും കുറയ്ക്കാനും പറ്റില്ലല്ലോ. ഈ വലിപ്പം മതിയാവൂല്ലേ ചേട്ടാ? പിന്നെ സാറിന് അറിയാലോ, നമ്മൾ ചെയ്യുന്നതൊക്കെ കണ്ടംപററി പാറ്റേൺ ആണ്. പിന്നെ സാറ് നമ്മുടെ റെഗുലർ കസ്റ്റമർ ആയതുകൊണ്ടും ഒറ്റത്തടി ക്ലാസിക്കൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഓക്കെ ഓക്കെ. അല്ല, എടുക്കല്ലോ. എന്താണ് സാർ, 10-35 കൊല്ലം ആയില്ലേ നമ്മുടെ ഈ ഫീൽഡിൽ. ഓക്കെ, ഡൺ. ഓക്കെ, എന്നാ പിന്നെ ബില്ല് എടുക്കാമല്ലോ അല്ലേ? ആയിക്കോട്ടെ. ഓക്കെ പ്ലീസ്. കട്ടിൽ കൂടെ മേടിക്കണോ? കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ സമയത്താണ് അരുണിന്റെ ജീവിതത്തിലേക്കുള്ള വിസ എനിക്ക് കൃത്യമായി സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയത്. ആ, അത് മതി. ചേച്ചിയെ ഒന്ന് വേഗം വേണേ, ഉച്ചക്കത്തേക്കുള്ളതാ. എടാ സുപ്ര, അവര് വരൂലേ? അവര് വന്നില്ലെങ്കിൽ അലമാര വന്നാൽ മതി. അത് നമുക്ക് അർഹതപ്പെട്ടു പോല. മോളെ, അലമാര വരുമോ? ആ, വരും. വാച്ച് അല്ലേ, രാഹുകാലോ? നിന്നെ കണ്ടെന്നുണങ്ങട എന്റെ രാഹുകാലം. എടാ സുപ്ര, വരുന്നില്ലേ? കാറിങ്ങോട്ട് എവിടെ വേണേലും വരിഞ്ഞ് കയറിക്കോളൂ. അമ്മേ, മോളെ നമസ്കാരം. വൈകിയില്ലല്ലോ.
എടാ സൂപ്പർ അവിടെ ഇറങ്ങടാ. ഇത് തമക്കളാണോ അതോ മരം തന്നെയാണോ? അത് അവര് ചെയ്തോ. എടോ ഞാൻ ഈ തറവാട്ടിലെ മാമനാണോ? അത് ശരി. വല്യച്ഛേ, ഓ അതൊന്ന് വേഗം ചേരണ്ടി. സുകുമാർ ചേച്ചി എന്ത് വലിയ അലമാരയാണ് വന്നേക്കണ. ഈ നാട്ടിൽ ഇത്രയും വലിയ അലമാര വന്നിട്ടില്ല. ആണോടി? ആ ഒന്ന് പോടിയോ. സത്യം. ആ അരുണ് വലിയ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചതേ സുകുമാർ ചേച്ചിയുടെ ഭാഗ്യമാണ് കേട്ടാ. ആ വാ വാ, ഞാൻ ഈ അടുക്കളയിൽ നല്ല തിരക്കായിരുന്നു. നല്ല ഉഗ്രൻ പിന്നെ പറഞ്ഞു പണിയിച്ചതാ എന്റെ മോൾക്ക് വേണ്ടി. കൊള്ളാലേ? ആ കൊള്ളാം. ഹലോ മിസ്റ്റർ അരുൺ, നമസ്കാരം. ആ അന്നാ നിങ്ങൾ ഇറക്ക്. കണ്ണാടിക്ക് വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിലേ കാണിച്ചു തരാം. പതുക്കെ പതുക്കെ പതുക്കെ. എന്താ ഇറക്കണല്ലേ? അതെ, എനിക്ക് നോക്കൂലിയാ. നിങ്ങൾ എന്തെങ്കിലും പോണത്? സാധനം എവിടെ വെച്ച്? അവര് കൊണ്ട് വെച്ചോളൂ. ഇങ്ങോട്ട് വാ. സൂക്ഷിച്ച് സൂക്ഷിച്ച് നോക്കി. വാ ചേട്ടാ, വാ ചേട്ടാ. വാ, വാ. നേരെയാക്ക്. ചെരിച്ച് ചെരിച്ച് ചെരിച്ച്. വാ 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 വാ. വാ ചേട്ടാ, വാ ചേട്ടാ. വാ. നേരെയാക്ക്, നേരെയാക്ക്. ചെരിച്ച് ചെരിച്ച്. ആ ആ. അതെ അതെ അതെ. വാ വാ. സൂക്ഷിച്ച് വേണം, ഒരുപാട് കശില വാങ്ങിയതാ. അയ്യോ അയ്യോ, ഇവിടെ പറ്റില്ല, ഇവിടെ അവിടെ പറ്റില്ല. പോവില്ല, അങ്ങോട്ട് പോവില്ല. ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് വാ. ഇങ്ങോട്ട് ഈ സൈഡിലോട്ട്. അയ്യോ അയ്യോ അയ്യോ, അവിടെ വെക്കണ്ട. അയ്യോ, ഇവിടെ ടി വി ഉണ്ട്, ഇവിടെ വെക്കാൻ പറ്റില്ല. കുറച്ചുകൂടെ വലിപ്പവും വിസ്താരമുള്ള വീട്ടുകാർക്ക് കെട്ടിച്ചു കൊടുത്താൽ മതിയായിരുന്നു. അതങ്ങനെ മോളുടെ ഇഷ്ടത്തിനകത്ത് തുള്ളുവല്ലോ. അന്ന് അവിടെ വെച്ചേക്ക്. അവള് തല്ലി തന്നിട്ടില്ലേ? ദേ ഇവിടെ ഈ കോർണർ കോർണർ. ഇവിടെ 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 വന്നോട്ടെ വന്നോട്ടെ. അയ്യോ, ഇവിടെ വെക്കാൻ പറ്റില്ല. ഞാൻ പാലിന്റെ കിടക്കിൽ കാണണ്ടാ. ഇവിടെ വെക്കാൻ പറ്റില്ല, ഇവിടെ വെക്കാൻ പറ്റില്ല. ഇവിടെ വെക്കാൻ പറ്റില്ല. അച്ഛാ ഒന്ന് മാറ് അച്ഛാ. അച്ഛാ അമ്മയുടെ പാലിനെ കാണാൻ ഒന്ന് മാറ്. ദേ ഇവിടെ വെച്ചോ, ഇവിടെ വെച്ചോ, ഇവിടെ ഇവിടെ. അവിടെ തന്നെ. ആ കറക്റ്റ് സ്ഥലം. ഇത്രയും നല്ലൊരു അലമാര കിട്ടിയിട്ട് നിങ്ങളുടെ അമ്മയുടെ മുഖം ഇരിക്കുന്ന കണ്ടില്ലേ? കടന്നൽ കുത്തി പോലെ. കുറച്ചും കൂടെ വലിയ അലമാര പണിക്കായിരുന്നു അല്ലേ? അയ്യോ, എന്നിട്ട് തന്നെ പെരപ്പുറത്ത് കയറ്റി വെക്കാനോ? അലമാരിയല്ല, കോഴിക്കോടായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. നല്ല പാരമ്പര്യമുള്ള തറവാട്, നല്ല വീട്ടുകാര്, നല്ല ഭാര്യ വീട്ടുകാർ. മോനെ അരുണേ, വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്.